ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അച്ഛനും അമ്മയും അങ്ങനെ നാട്ടിലെത്തി. അപ്പോൾ അവരിവിടെ ഒരു 2 വീക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ 2 വീക്സ് ഫുള്ളൊന്നും നമുക്ക് അങ്ങനെ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും അവരെ ആയിട്ടുള്ള ചെറിയ ചെറിയ ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചത് വീഡിയോ ആയിട്ട് ഇടാത്തതുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അവരെ 15 ഡേയ്സ് ഉണ്ടായിരുന്ന ഓർമ്മകളും അതുപോലെ നമ്മൾ കാണിക്കാത്ത കുറച്ച് വീഡിയോയും എല്ലാം കൂടിയിട്ടുള്ള ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പാരൻസൊക്കെ വരുമ്പോൾ നമുക്ക് എന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, കാര്യങ്ങൾ ചെയ്യാനും ഒന്നും നമുക്ക് പറ്റില്ല. പക്ഷേ എന്നാലും മാക്സിമം പറ്റാവുന്ന ദിവസം നമ്മൾ ആകെ ഈ 15 ഡേയ്സിൽ ആകെ ഇട്ടത് ഒരു 5 വീഡിയോ ആണ്. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നമ്മളിതുപോലെ ഓരോ ദിവസം ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ഞാൻ അവിടെ ഇവിടെ എടുത്ത് വെക്കും എന്നല്ലാതെ വേറെ വീഡിയോസ്, കാരണം മാക്സിമം നമ്മൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്കുണ്ടായിരുന്നൊരു ഗുണം എന്താ വെച്ചാൽ, എനിക്ക് ശരിക്കും യൂട്യൂബ് കുറച്ചും കൂടെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി ഇവർ വന്നപ്പോഴെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമ്മ ഫുള്ള് ഫുഡ് ഉണ്ടാക്കിയതുകൊണ്ട് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ഉച്ചയാകുമ്പോഴേക്കും എൻ്റെ ഒരു 1 മണി വരെ എനിക്ക് എഡിറ്റിംഗ് ഉണ്ടാവും. എന്നിട്ട് 3 മണിക്ക് വരുന്ന ആ ഒരു 1:30-2 മണിക്കാണ് ഞാൻ ലഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങുക കേട്ടോ. അത്രയും കട്ട് പരിപാടിയായിരിക്കും. ചില ദിവസമൊന്നും ഞാൻ ലഞ്ച് തന്നെ കഴിക്കാറില്ല, കാരണം നൂഡിൽസൊക്കെ ആയിരിക്കും കഴിക്കുക. എനിക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമയം കിട്ടാത്ത കാരണം. പക്ഷെ അമ്മ വന്ന കാരണം ഒരു ഗുണം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഉച്ചവരെ വർക്ക് ചെയ്താലും ഫുഡൊക്കെ അമ്മ ഉണ്ടാക്കിയിരുന്നു. അതുപോലെ അമ്മയ്ക്കും അച്ഛനും ഉണ്ടായിരുന്നൊരു ഗുണം എന്താ വെച്ചാൽ, അവരുടെ എല്ലാ വീഡിയോസും എനിക്ക് നന്നായിട്ട് നല്ല ക്ലാരിറ്റിയിൽ ഷൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റി. അതുകൊണ്ട് അവർ നാട്ടിലുള്ളതിനേക്കാളും കൂടുതൽ വീഡിയോസ് ശരിക്കും പറഞ്ഞാൽ അവർ ഇവിടെ വന്നപ്പോഴാണ്. ഫുഡ് വേൾഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്വപ്നസ് ഫുഡ് വേൾഡിലെ വീഡിയോസ് കൂടുതലായിരുന്നു. കാരണം ഒരു ദിവസം ഒരു വീഡിയോ എന്നുള്ള പോലെ ഞാൻ ഷൂട്ട് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ അവർക്ക് ഒരുപാട് വീഡിയോസ് കിട്ടി. അവർക്ക് ഷൂട്ട് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. അമ്മയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ കുഴപ്പമില്ല, ഒരാൾ എടുത്തു കൊടുക്കണതായിരുന്നു ബുദ്ധിമുട്ട്. അതുകൊണ്ട് അവർക്ക് ഒരുപാട് വീഡിയോസ് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റി. അപ്പോൾ അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഉപകാരം, അല്ലെങ്കിൽ അവരൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. അതേപോലെ തന്നെ എനിക്കും അതെ കേട്ടോ. എനിക്കും അമ്മ വന്നപ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആയി. കാരണം എൻ്റെ വർക്കും അതിൻ്റെ ഇടയിൽ മിത്തുവിൻ്റെ ക്ലാസ്സസും, മിത്തുവിന് വെക്കേഷൻ ആയിരുന്നെങ്കിൽ പോലും മിത്തുവിൻ്റെ ബാക്കിയുള്ള ക്ലാസ്സുകൾക്കൊക്കെ കൊണ്ടാക്കലും അതിൻ്റെ ഇടയിൽ ഫുഡ് ഉണ്ടാക്കലും എനിക്കൊരു ഹെക്ടിക് പരിപാടി തന്നെയാണ്. പക്ഷെ അമ്മ വന്നപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ടൊരു റിലീഫായി കേട്ടോ. കാരണം ഫുഡിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ അതൊരു വലിയൊരു സുഖമുള്ളൊരു സംഭവമായിരുന്നു. 15 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ പിന്നെയും പഴയ പോലെ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ സമയം 11:30 കേട്ടോ. ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് പോലുമില്ല. രാവിലെ മിത്തുക്കുട്ടിക്ക് രമേശേട്ടനുള്ള ഫുഡ് ഉണ്ടാക്കി, ഉച്ചയ്ക്കുള്ള ലഞ്ച് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ അപ്പോൾ സ്കിപ്പ് ചെയ്യാണ് ചെയ്യാറ്. അവർക്ക് ഉണ്ടാക്കിയ ചപ്പാത്തി എങ്ങാനും ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് കഴിക്കും, അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഈവനിങ്ങിൽ അവർ വരുമ്പോഴേക്കും മതിയല്ലോ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കില്ലേ. അപ്പോൾ അങ്ങനെ എൻ്റെ ഫുഡിൻ്റെ കാര്യത്തിലായിരുന്നു എപ്പോഴും പ്രശ്നം ഉണ്ടായിരുന്നു. അതൊരു ഒരു 15 ഡേയ്സ് എനിക്ക് ഭയങ്കര സുഖമായിരുന്നു ശരിക്കും പറഞ്ഞാൽ കേട്ടോ. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ കറക്കം തന്നെ ആയിരുന്നു സത്യം പറഞ്ഞാൽ. അതായത് ഈവനിങ്ങിലും വീക്കെൻഡ്സിലും മാത്രം നമ്മൾ കറക്കം എന്ന് പറഞ്ഞാൽ നമ്മളതവിടെ താഴെ പുറത്തിറങ്ങാം കേട്ടോ. ഇപ്രാവശ്യം അങ്ങനെ ഒരു ട്രിപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. മറ്റേത് എപ്പോഴും അച്ഛനമ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ട്രിപ്പൊക്കെ പോകാറുണ്ട്, നിങ്ങളെപ്പോഴും കാണാറുണ്ടാവും. ഇപ്രാവശ്യം നമുക്ക് അങ്ങനെ ഒരു ട്രിപ്പൊന്നും പോകാനൊന്നും പറ്റിയിരുന്നില്ല. മെയിനായിട്ട് നമ്മുടെ ഇൻറ്റീരിയർ കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇവിടെ തകൃതിയായിട്ട് ഇൻറ്റീരിയർ നടക്കുകയാണ്. അതിനുള്ളൊരു ഭാഗ്യം കൂടെ അച്ഛനും അമ്മയ്ക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യം ഉണ്ടായി കേട്ടോ. കാരണം സാധാരണ അവർ വരുമ്പോൾ അവർ പ്രതീക്ഷയിലെ, ഞങ്ങളും പ്രതീക്ഷയിലെ ഗണപതി ഹോമം വെക്കുന്നോ അല്ലെങ്കിൽ ഫുൾ ആ ഒരു ഇൻറ്റീരിയറിൻ്റെ പ്ലാനും അതുപോലെ ആ ഒരു മെറ്റീരിയൽ സെലക്ഷനും എല്ലാ കാര്യത്തിലും ഇപ്രാവശ്യം അച്ഛനും അമ്മയ്ക്കും പങ്കെടുക്കാൻ പറ്റി. ഒരുവിധം 3D, അതായത് ഫുൾ ഇൻറ്റീരിയറിൻ്റെ 3D കിട്ടിയില്ല. അതിന് മുന്നേ അവർക്ക് പോകേണ്ടി വന്നു. അതവർക്ക് ഭയങ്കര സങ്കടമായി. 3D കിട്ടാൻ ഇനിയും ഒരു 3-4 ഡേയ്സും കൂടെ എടുക്കും. അപ്പോൾ അത് മാത്രം കിട്ടിയില്ല. പക്ഷേ മെറ്റീരിയൽസ് ഓരോ സ്ഥലത്ത് എന്തൊക്കെ കളറിനുള്ള മെറ്റീരിയൽസാണ് അതൊക്കെ ആ സമയത്തൊക്കെ അച്ഛനും അമ്മ ഉണ്ടായിരുന്നു. ടൈൽസ് സെലക്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ അവരുണ്ടായിരുന്നതുകൊണ്ട് അവരുടെ അഭിപ്രായം കൂടെ അവരുടെ എക്സ്പീരിയൻസും കൂടെ നമുക്ക് ഒന്ന് അറിയാൻ പറ്റി. അപ്പോൾ അവർക്കും അത് സന്തോഷമായി അതിൽ പാർട്ടാവാൻ പറ്റിയതിൽ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞു വന്നത്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രിപ്പൊന്നും പോകാൻ പറ്റിയില്ല. കാരണം ഇൻറ്റീരിയർ എന്നും അവരെ ഇൻറ്റീരിയർ ആൾക്കാരായിട്ട് നമുക്ക് മീറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ എന്നും നമ്മൾ ഈ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ഇനിയുണ്ട് ഒരു 1 മന്ത് പ്രോസസ്സും കൂടെ ഉണ്ടാവും ഇൻറ്റീരിയറിൻ്റെ സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ. എനിക്ക് നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് എല്ലാം കംപ്ലീറ്റ് ആക്കി വെച്ചിട്ട് വേണം കുറച്ച് ദിവസം നാട്ടിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രോസസ്സൊക്കെ കാരണം നമ്മൾ കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് സാറ്റർഡേ സൺഡേ 2 സാറ്റർഡേ സൺഡേ
സൺഡേ കിട്ടിയുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ രംഷേട്ടന് ഓഫീസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം പോലും ലീവ് എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓഫീസിലെ വർക്കും കാര്യങ്ങളും മിത്തുക്കുട്ടിക്ക് ഭാഗ്യത്തിന് വെക്കേഷൻ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 15 ഡേയ്സ് പോയത്. പക്ഷേ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. കാരണം ഞങ്ങൾ 3 പേര് ഫുൾ ടൈം ഒപ്പം വീട്ടിൽ തന്നെയായിരുന്നു. ഞങ്ങൾ 4 പേരും, ഞാൻ മിത്തുക്കുട്ടി, അച്ഛനമ്മ, ഞങ്ങൾ 4 പേരും ഫുൾ ടൈം വീട്ടിലായിരുന്നു. ഈവനിങ് ആകുമ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങും, അത് കഴിഞ്ഞ് ഞങ്ങൾ കറങ്ങും, ചെറിയ രീതിയിലൊക്കെ ഫുഡ് അടിക്കും. ചില ദിവസം രംഷേട്ടൻ ഉണ്ടാവും, ചില ദിവസം രംഷേട്ടൻ ഉണ്ടാവില്ല. ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഞങ്ങൾ 4 പേരും കൂടെ കറങ്ങും. കാരണം ഈ സ്ഥലമൊക്കെ നമുക്ക് ഫുൾ അറിയാം. പിന്നെ അച്ഛനും നന്നായിട്ട് സ്ഥലങ്ങളൊക്കെ അറിയാം. അങ്ങനെ സത്യം പറഞ്ഞാൽ അവരും വന്നത് അതിന് തന്നെയായിരുന്നു, കുറച്ച് റിലാക്സ് ചെയ്യാനും എൻജോയ് ചെയ്യാനും കറങ്ങാനും നല്ല ഫുഡ് അടിക്കാനും. ഞങ്ങൾ 4 പേരും ഫുഡികളാണ്, ഒരുപോലെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ 15 ഡേയ്സ് പോയതറിഞ്ഞില്ല. 1 വീക്കിന് വേണ്ടി വന്നതായിരുന്നു കേട്ടോ അവർ ശരിക്കും. പക്ഷേ ഒരു വീക്കും കൂടെ പറഞ്ഞ് എക്സ്ട്രാ എടുത്തു. അച്ഛനൊരു നാട്ടിലൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം ആവശ്യം ഒന്ന് മാറ്റി വെക്കാൻ പറ്റി. അത് മാറ്റി വെക്കാൻ പറ്റാത്തൊരു ആവശ്യമായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് 1 വീക്കും കൂടെ കിട്ടി. അപ്പോൾ 15 ഡേയ്സ് കറക്റ്റ് കിട്ടി. ഇനിയിപ്പോൾ ഹൗസ് വാമിംഗ് ഒക്കെ ആകുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് കേട്ടോ. ഇതിൽ ഏറ്റവും വിഷമം ശരിക്കും പറഞ്ഞാൽ മിത്തുക്കുട്ടിക്കാണ്. കാരണം മിത്തുവിൻ്റെ 15 ഡേയ്സ് വെക്കേഷൻ മിത്തുവിന് ഒട്ടും ബോറടിച്ചില്ല എന്ന് മാത്രമല്ല, മിത്തുവിന് ഏറ്റവും ഉപകാരമായ സൈക്ലിങ് ഫുള്ള് മുത്തശ്ശൻ പഠിപ്പിച്ചു കൊടുത്ത് ഇപ്പോൾ ഭയങ്കര എക്സ്പേർട്ടായി സൈക്ലിങ്ങിന്. പിന്നെ മെയിൻ അവളുടെ ഫുഡ് ഉണ്ടാക്കിക്കലായിരുന്നു. ഒരു ദിവസം പോലും അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല കേട്ടോ. അതായത് വേറെ ഒന്നുമില്ല, അവളുടെ കുറേ ഇഷ്ടപ്പെട്ട വിഭവങ്ങളുണ്ട്. അവൾ നാട്ടിൽ പോകുമ്പോൾ അമ്മയെ കൊണ്ട് ഉണ്ടാക്കുന്ന കുറേ വിഭവങ്ങളുണ്ട്. അതൊക്കെ തിരിച്ച് അമ്മ ഇവിടെ നാട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ മുംബൈയിലേക്ക് വന്നപ്പോൾ അമ്മയെ കൊണ്ട് പിന്നെ ഉണ്ടാക്കി വെച്ചു. മെയിൻ കേസരി ഉണ്ടാക്കിച്ചു, അതുപോലെ ക്യാരറ്റ് ഹലുവ ഉണ്ടാക്കിച്ചു, അതുപോലെ സുഖിയൻ, അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സുഖിയൻ. അവൾക്ക് വട, പരിപ്പ് വട, ഉണ്ണിയപ്പം അങ്ങനത്തെ ഒന്നും അവൾക്ക് ഇഷ്ടമല്ല. രമേശേട്ടന് ഇഷ്ടമുള്ള വിഭവങ്ങളൊന്നും അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ സാധാരണ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ രമേശേട്ടൻ്റെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണ് എപ്പോഴും ഉണ്ടാക്കുക. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ അമ്മ വേണം. അപ്പോൾ അമ്മോട് ഇങ്ങനെ പറഞ്ഞ് ഡിമാൻഡ് ചെയ്യുമായിരുന്നു, ഇങ്ങനെയൊക്കെ വേണം, ഇങ്ങനെ സാധനങ്ങളൊക്കെയാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ സുഖിയനും കേസരിയും അതും ഇതും ഒക്കെ ആയിട്ട് കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിച്ചു. ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി 15 ഡേയ്സ് ആയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരു കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരാൾക്ക് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ശൂന്യതയായിരിക്കും അല്ലേ. അതവർ തിരിച്ചിങ്ങനെ പോകാനുള്ളതാ ഇങ്ങനെ പറഞ്ഞ് അവസാനം രാജധാനിയിൽ കയറി. രാത്രി 11 മണിക്കായിരുന്നു കേട്ടോ അവരുടെ ട്രെയിൻ, 11 മണിക്കായിരുന്നു ട്രെയിൻ. അപ്പോൾ അതിൽ കയറിയിട്ടാണ് അവർ പോയത്. പറഞ്ഞ് എന്താ പറയുക, 15 ഡേയ്സ് ഈ പറഞ്ഞ പോലെ പോയതറിഞ്ഞില്ല. കുറേ ഫൺ മൊമെൻറ്റ്സും ഞങ്ങളിരുന്ന് മിത്തുമാണ് മെയിനായിട്ട് എൻജോയ് ചെയ്ത്. പിന്നെ ഞങ്ങൾ 3 പേരും കുറേ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഗാസിപ്സൊക്കെ ഇങ്ങനെ വറ് ഇങ്ങനെ നല്ല രസമായിരുന്നു. ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത മാസം നാട്ടിൽ പോകുമ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ വെച്ചാലും കാണും. പിന്നെ അത് കഴിഞ്ഞ് ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഹൗസ് വാമിംഗ് ആകുമ്പോഴേക്കും അവരെന്തായാലും തിരിച്ചു വരും. എല്ലാ മാസവും ആരെങ്കിലും വന്ന് പോവുകയാണെങ്കിലും തിരിച്ച് 2 ദിവസമേ നിന്നുള്ളൂ വെച്ചാലും തിരിച്ചുള്ള ഈ ഒരു യാത്ര പോക്കുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു സീനാണല്ലേ. അതൊരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് അപ്പോൾ തോന്നും, എനിക്ക് എപ്പോഴും തോന്നൂട്ടോ, ആരും വരാതിരിക്കുക നല്ലതെന്നാണ്. വരാതിരുന്ന് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ നമ്മുടേതായ ഒരു രീതിയിൽ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു. അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് നാട്ടിൽ പോകണമെന്നോ ആരും ഇങ്ങോട്ട് വരണമെന്നോ ഒന്നും തോന്നില്ല. കാരണം നമ്മൾ നമ്മുടേതായ രീതിയിൽ ബിസി ആവും. പക്ഷേ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും വന്ന് ഒരു 2 ഡേയ്സ് എങ്കിലും അല്ലെങ്കിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണല്ലേ. അതെപ്പോഴും ഉള്ളതാണ്, അതെപ്പോഴും എനിക്ക് അറിയാം. പക്ഷേ ഇപ്പം ഞാനത് കുറച്ചിൻ്റെ പ്രായത്തിൻ്റെ ആയിരിക്കും, ഞാൻ കുറച്ചും കൂടെ അത് മനസ്സിലാക്കി തുടങ്ങി. ഓക്കെ, 2-3 ഡേയ്സ് കഴിഞ്ഞാൽ അത് ശരിയാവും, അതങ്ങനെയാണെന്നുള്ളത്. പക്ഷേ മിത്തുക്കുട്ടിക്ക് സത്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധമായിട്ടില്ല. അവളുടെ ഒരു വിഷമം കാണുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമമാവുക കേട്ടോ. അങ്ങനെ അവർ നാട്ടിലെത്തി. മിത്തുക്കുട്ടിക്ക് സ്കൂൾ തുറന്നു. മിത്തുക്കുട്ടി സ്കൂളിലും രമേശേട്ടൻ ഓഫീസിലും പോയി. ഞാനിതാ മൂഷികസ്ത്രീ എന്ന് പറയുന്ന പോലെ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. സാധാരണ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ മിത്തു സ്കൂളിൽ പോയാലും രമേശേട്ടൻ്റെ ഡെയിലി പിന്നെ ഓഫീസിൽ പോയി കഴിഞ്ഞാലും എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമില്ല. കാരണം ഞാനും അച്ഛനും അമ്മയും ഉണ്ടാവും. 10 മണിയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം വർത്താനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ
ഒന്നുമില്ല, ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല, എഡിറ്റിങ്ങിൻ്റെ അവിടെ ഉണ്ട്, അത് വേറെ. പക്ഷെ ഒന്നും അങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല. അപ്പം ഞാൻ ചുമ്മാ ഒന്ന് മിത്തുവിനെ സ്കൂളിൽ കൊണ്ടാക്കി നടന്ന് വന്നു. അറ്റ്ലീസ്റ്റ് ആ ഒരു ടൈം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ എല്ലാവരുടെയും നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മളിപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ ഞാൻ ഡെയിലി ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ പോകും, എനിക്കതൊരു വിഷയമല്ല. ഞാനായി എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് നാട്ടിൽ പോകാനും തോന്നാറില്ല. വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ തോന്നും ആരും ഇങ്ങോട്ട് വന്നില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ആരെങ്കിലും വന്ന് പോയാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് നമുക്കും പോകായിരുന്നു, അങ്ങനെ 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 തോന്നും. പക്ഷെ ഇപ്പം ഞാൻ തന്നെ എന്നെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. പണ്ടൊക്കെ അങ്ങനെയല്ല. പണ്ട് ഞങ്ങൾ നാട്ടിൽ പോയാലും ആര് നാട്ടിൽ നിന്ന് വന്നാലും അപ്പോൾ നാട്ടിലൊരു ജോലി നോക്കാം, നാട്ടിൽ സെറ്റിലാവാം, ഇങ്ങനെ തന്നെയായിരുന്നു ആദ്യത്തെ കുറച്ചൊരു. എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഒരു 10 വർഷം വേണമെങ്കിൽ പറയാം, ഒരു 8 വർഷമൊക്കെ എന്തായാലും ഇപ്പോൾ നാട്ടിൽ പോയാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ച് ട്രെയിനിൽ വരുമ്പോൾ ഈ കാസർഗോഡൊക്കെ വിടുമ്പോഴേക്കും ഞാനിങ്ങനെ ഹൃദയം പൊട്ടി മരിക്കാറാവും, അങ്ങനത്തെ ഒരു അവസ്ഥയാവും. അപ്പോൾ ഞാൻ പറയും നാട്ടിൽ ജോലി നോക്കിക്കൂടെ, നാട്ടിൽ ജോലി നോക്കാം. പക്ഷെ രമേശേട്ടൻ്റെ ആ ഒരു പ്രൊഫഷൻ വെച്ചിട്ട് ഒരിക്കലും നാട്ടിൽ അത്രയും അതിലേക്ക് എത്താൻ പറ്റില്ല. കാരണം ഷിപ്പിംഗ് എപ്പോഴും മുംബൈ ആണ്, പിന്നെ ചെന്നൈയും ഒക്കെയാണ്. അതിലപ്പുറം ഈവൻ ബാംഗ്ലൂർ പോലും അത്രയും ഒരു ഇതുണ്ടാവില്ല. ഏറ്റവും രസം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ പറയും കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ബോംബെയിൽ വന്ന് 2 ദിവസം ഇവിടെ ഇങ്ങോട്ട് കറങ്ങണോടുകൂടി പിന്നെ അതിനെ പറ്റി അയ്യോ നാട്ടിലേ സെറ്റിലാവൊന്നും വേണ്ട, എന്തിനാ നമ്മളതൊക്കെ ആലോചിച്ച് നിൽക്കുന്നു. പിന്നെയും അടുത്ത തവണ നാട്ടിലേക്ക് പോകുമ്പോൾ പിന്നെയും ഇത് ചിന്തിക്കും. അപ്പോൾ അതൊക്കെയാണ് സംഭവം. അപ്പോൾ പണ്ടൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ നമുക്ക് തോന്നിയിരുന്നു. ഇപ്പം നമ്മൾ കുറേയൊക്കെ മെച്ചുവേർഡ് ആയതുകൊണ്ടായിരിക്കും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ അടുത്ത മാസം ഞങ്ങൾ നാട്ടിൽ പോകാനുള്ള വെയിറ്റിംഗ് ആണ്. പിന്നെ എപ്പോഴും ഓരോരോ ഇതുണ്ടാവും അല്ലേ നമുക്ക് സന്തോഷിക്കാമെന്ന് ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കും. അതായത് ഏപ്രിൽ ഇപ്പോൾ അവർ വന്നു പോയി, അടുത്തത് മെയ്യിൽ കുറച്ച് ദിവസം നാട്ടിൽ പോകും, അത് കഴിയുമ്പോഴേക്കും ജൂലൈ ആകുമ്പോഴേക്കും എല്ലാവരും ഇങ്ങോട്ട് വരും, ഹൗസ് വാമിങ് കാര്യങ്ങൾ, അത് കഴിയുമ്പോഴേക്കും അങ്ങനെ നമുക്ക് ഓരോ പ്രാവശ്യം ഓരോന്നായിട്ട് നമുക്ക് ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി എടുക്കണം. എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവണമെന്നൊന്നുമില്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ ഉണ്ടായി. ഇപ്പോൾ വീടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ കരിയറുമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷിക്കാൻ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ലൈഫ് മസ്റ്റ് ഗോ ഓൺ. അങ്ങനെയാണ് ആക്ച്വലി. ഇതിൽ ആരും കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം എനിക്കിപ്പോൾ ഒരു കുട്ടിയെ ഞാൻ കുട്ടിയായിരുന്ന പോലെ ഞാൻ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ജനറേഷൻ അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവണത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ എവിടെ നിന്നാലും സമാധാനം ഉണ്ടാവില്ല, എവിടെ നിന്നാലും ഒരു രസമായിട്ട് ഫീൽ ചെയ്യില്ല അല്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിച്ചു കേട്ടോ. നാട്ടിലെല്ലാം നിൽക്കണം അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. പിന്നെ പണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പുറത്ത് പോകണം. നിങ്ങൾ ആ Q&A തന്നെ കണ്ടിട്ടുണ്ടാവും. പുറത്ത് പോകണം, അവിടെ പുറത്ത് പോയി ജീവിക്കണം, ഒരു സെറ്റിലാവണം. അപ്പോൾ ഇതിപ്പോൾ അതുപോലെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തി. അപ്പം പിന്നെ നമ്മൾ തിരിച്ച് മറ്റേ പോലെ പോകണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് പറയുക. കാരണം നമ്മൾ പണ്ട് നമുക്ക് ആഗ്രഹിച്ച് കിട്ടാത്ത കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ നേടിയെടുക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. എല്ലാം കൂടെ നമുക്ക് കിട്ടുക എന്നുള്ളതൊന്നും നടക്കണ കാര്യമില്ല. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യണം, സാക്രിഫൈസ് ചെയ്യണം എന്നുള്ളതൊക്കെ എനിക്കറിയാം. അപ്പോൾ അതൊക്കെ പക്ഷെ ആയി വരാൻ 21 വയസ്സിൽ ആ ഒരു ബുദ്ധിയല്ലല്ലോ 38 വയസ്സാകുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഒരു 16 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ മെച്ചുവേർഡാവും, കുറച്ചും കൂടെ ബുദ്ധി വയ്ക്കും, കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടാവും. അന്നെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എല്ലാം സുഖിക്കുക. പണ്ടെങ്ങനെ കല്യാണത്തിന് മുന്നേ ഉണ്ടായിരുന്നു അതുപോലത്തെ ഒരു സുഖമായിരിക്കും, പക്ഷെ അതുപോലത്തെ സുഖമായിരിക്കില്ല നാട്ടിലാണെങ്കിലും എന്നുള്ളത് പിന്നെ ആണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. അപ്പം നമുക്ക് നമ്മുടേതായ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ അപ്പോൾ നമുക്ക് തോന്നും നമ്മളെവിടെയെങ്കിലുമൊക്കെ എത്തണം, അത്രയെങ്കിലും ഭാഗ്യം ഉണ്ടല്ലോ നമ്മൾ ആലോചിക്കുക അല്ലേ. ചില ആളുകൾക്കൊന്നും ഒരുപക്ഷെ 2 കൊല്ലം 3 കൊല്ലം കൂടുമ്പോഴൊക്കെ നാട്ടിലേക്ക് വരാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് എപ്പോൾ പോകണമെന്ന് വിചാരിച്ചാലും നമുക്ക് പോകാനുള്ള ഒരു ഭാഗ്യമില്ല. അതും ഞാൻ ആലോചിക്കാറുണ്ട്. എപ്പോൾ പോകണമെന്ന് വിചാരിച്ചാലും നാട്ടിലേക്ക് പോകാം. ആരെപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് വിചാരിച്ചാലും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. നാട്ടിൽ നിന്നും ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് എത്ര മാസം വേണമെങ്കിലും നിൽക്കാം. അവർ വരില്ല എന്നുള്ളതാണ് വേറെ കാര്യം. വന്നാൽ തന്നെ ഇതുപോലെ 10-15 ദിവസം കഴിഞ്ഞാൽ അവർ തിരിച്ച് പോവും. പക്ഷേ കുഴപ്പമില്ല. എന്നാലും എപ്പോൾ വേണമെങ്കിലും അത് എന്താ വെച്ചാൽ നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം നമ്മൾ നടക്കുന്ന കാലത്തോളം നമുക്ക് അങ്ങനെ തോന്നുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിലും ഇവിടെ സ്ഥിരമായി നിൽക്കാമല്ലോ. അപ്പോൾ പുറമെ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് നിർത്താൻ പറ്റില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളില്ലേ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ അത് പറയുന്നത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അതൊക്കെ ഒരു അഹങ്കാരമായി പോവും. ഇത് തന്നെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പ്രിവിലേജാണ്, ഭയങ്കര ലക്കാണ് ശരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനതിന് ഒരിക്കലും വിഷമിക്കുകയോ കംപ്ലയിൻറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. ലോ ഓഫ് അട്രാക്ഷൻ വായിച്ചതിന് ശേഷമുള്ള ചെറിയ രീതിയിൽ വന്ന മാറ്റങ്ങളൊക്കെയാണ്. അതായത് ഈ ഇതൊക്കെ തന്നെ നമ്മുടെ ഭാഗ്യം പ്രിവിലേജും അല്ലെങ്കിൽ നമ്മുടെ ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ പിന്നെയും നല്ലത് മാത്രമേ വരുള്ളൂ. അതല്ലാതെ ഇത്രയും കിട്ടിയിട്ടും നെഗറ്റീവ് അടിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വരുന്നത് നെഗറ്റീവായിരിക്കും. സോ ഞാൻ അതൊക്കെ മാറ്റി പോസിറ്റീവ് ഒരു ഇതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ
ഓഫ് ലോ ഓഫ് അട്രാക്ഷനിൽ തന്നെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് തൽക്കാലം ഇന്നത്തെ വീഡിയോ. ഞാൻ നിങ്ങളെ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എൻ്റെ എന്നാലും ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ എനിക്കിവിടെ ആരും പറയില്ല, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, ഇത്രയേ ഉള്ളൂ. പക്ഷേ എല്ലാം റെഡിയായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാം റെഡിയായി, മിസ് വെല്ല എന്ന് പറയുന്ന പോലെ. അപ്പോൾ വേറെ ഒന്നുമില്ല, ഇനി ഇത് ഫുൾ ബിസിയാണ്. 1 മന്തും ഇല്ല, അധിക ദിവസമില്ല. അതിനിപ്പോൾ വിഷു ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിയുമ്പോഴേക്കും നാട്ടിലേക്ക് പോകാനുള്ളതായി. മിഥുന് എക്സാംസ് ഉണ്ട് ഈ മാസം തന്നെ, PTM അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഈ മാസം അങ്ങനെ അങ്ങോട്ട് പോവും. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസും വ്ളോഗൊക്കെ ആയിട്ട് നമുക്ക് ഇനി കാണാം. ബൈ.